ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം സരസ്വതി വിജയം എന്ന 19-ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാനപ്പെട്ട നോവലിനെ മുൻനിർത്തിയാണ്. എന്തുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു നോവലിനെ സംബന്ധിച്ച് 2025 നാം ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കേണ്ട വിഷയം. സരസ്വതി വിജയം എന്ന നോവൽ എഴുതിയത് പോത്തേരി കുഞ്ഞമ്പു ആണ്. PK രാജശേഖരനെ പോലെയുള്ള ചില സാംസ്കാരിക പഠിതാക്കൾ, സാംസ്കാരിക നിരൂപകർ പോത്തേരി കുഞ്ഞമ്പുവിനെ പോലെയുള്ള ആളുകളുടെ കൃതികൾ സമൂഹത്തിൽ വേർതിരിവ് സൃഷ്ടിക്കുന്ന സ്വത്വവാദപരമായ ചിന്തകൾ ഉൾക്കൊള്ളുന്ന നോവലുകളും സാഹിത്യകൃതികളുമാണ് എന്ന് PK രാജശേഖരനെ പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ടായി. പക്ഷേ 4 ഘട്ടോ 10 ഘട്ടോ 8 ഘട്ടോ 16 ഘട്ടോ ഒരിക്കലും അത്തരം സ്വത്വവാദത്തിൻ്റെ കാഴ്ചപ്പാടി വരുന്ന നോവലുകളല്ല. അതൊക്കെ 16 ഘട്ട് 8 ഘട്ടും 4 ഘട്ടും ഒക്കെ സാർവജനീനമായ സാർവലൗകികമായ ആശയങ്ങൾ പങ്കുവെക്കുന്ന നോവലുകളായി തീരുകയും പോത്തേരി കുഞ്ഞമ്പു രചിച്ച സരസ്വതി വിജയം സങ്കുചിതവാദം മുന്നോട്ട് വെക്കുന്ന ഒരു നോവലാണ് എന്ന് അവതരിപ്പിക്കുകയും ചെയ്യുന്ന വാദഗതികൾ മലയാള സാഹിത്യത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ല. പോത്തേരി കുഞ്ഞമ്പു അദ്ദേഹം ജനിച്ച ജാതി കൊണ്ട് ഒരു തീയ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ കാരണം സഹോദരൻ അയ്യപ്പന് പുലയൻ അയ്യപ്പൻ എന്ന പേര് വന്നതുപോലെ പോത്തേരി കുഞ്ഞമ്പുവിനെ പുലയൻ കുഞ്ഞമ്പു എന്നാണ് വിളിച്ചിരുന്നത്. അത്രമാത്രം സാമൂഹ്യ നവോത്ഥാനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയാണ് പോത്തേരി കുഞ്ഞമ്പു. അദ്ദേഹം മെട്രിക്കുലേഷൻ ജയിച്ചതിനെ തുടർന്ന് കോടതി ഗുമസ്തനായിട്ട് നിയമപരീക്ഷ ജയിച്ച് വക്കീലായി പ്രവർത്തിച്ചിരുന്നു. കണ്ണൂരിൽ എഡ്വേർഡ് പ്രസ് എന്ന അച്ചുകൂടം സ്ഥാപിച്ച് അദ്ദേഹം പുലയർക്ക് വേണ്ടി ഒരു വിദ്യാലയം സ്ഥാപിച്ചു. പ്രസ്തുത വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ തീയരിൽ നിന്ന് പോലും അധ്യാപകരെ ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോൾ സ്വന്തം സഹോദരനെ തന്നെ പോത്തേരി കുഞ്ഞമ്പു അധ്യാപകനാക്കി നിയമിച്ചു. അപ്പോൾ ഇങ്ങനൊരു സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം പോത്തേരി കുഞ്ഞമ്പുവിനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം CV കുഞ്ഞിരാമൻ, കേരള കൗമുദിയുടെ മഹാനായ പത്രാധിപർ CV കുഞ്ഞിരാമൻ പറയുന്നത് പോത്തേരി കുഞ്ഞമ്പു രചിച്ച ഒരു കൃതിയെപ്പറ്റിയാണ്. ആ കൃതി അധ്യാത്മരാമായണ നിരൂപണം എന്നൊരു കൃതി പോത്തേരി കുഞ്ഞമ്പു രചിച്ചിരുന്നു എന്നും അത് കേരളത്തിൽ വലിയ കോലാഹലം സൃഷ്ടിച്ചു എന്നുമാണ് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ അധ്യാത്മരാമായണ നിരൂപണത്തെപ്പറ്റി CV കുഞ്ഞിരാമൻ എഴുതുന്നത്. ഇതൊക്കെ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം നമ്മൾ വിപ്ലവം നടത്തേണ്ടത് പ്രതിപാഠങ്ങൾ നിർമ്മിച്ചുകൊണ്ടല്ല, അത് കൃതികൾക്കുള്ളിൽ കടന്ന് കൃതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചില യുദ്ധങ്ങൾ ചെയ്ത് കൃതിയെ തന്നെ ഒരു നവോത്ഥാന പാഠമാക്കി മാറ്റുക എന്നുള്ളതാണ്. കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞാൽ രാമായണത്തെ മഹാഭാരതത്തെ നമ്മൾ എതിർക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിപ്ലവകരമായൊരു രാമനെ കണ്ടെത്തുക. അങ്ങനെ നമുക്ക് രാമായണത്തിൻ്റെ ബ്രാഹ്മണ പാഠത്തെ നിരാകരിക്കാം. വിപ്ലവ ഹനുമാനെ സൃഷ്ടിക്കാം. സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള കൃഷ്ണനെ കണ്ടെടുക്കാം. ഇങ്ങനെ രാമായണവും മഹാഭാരതവും മുന്നോട്ട് വെക്കുന്ന ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രങ്ങളെ ആ കൃതിക്കുള്ളിൽ കടന്നുകൊണ്ട് ആ കൃതിക്കുള്ളിൽ തന്നെയുള്ള ഹിംസാത്മക പാഠങ്ങളിൽ നിന്ന് ആശയങ്ങൾ കണ്ടെടുത്ത് മതേതരമായി ദുർവ്യാഖ്യാനിക്കുക. യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനമാണ്, ദുർവ്യാഖ്യാനമാണ് നടത്തേണ്ടത്, അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല. അങ്ങനെ ഇത്തരക്കാർ പറഞ്ഞുകൊണ്ടിരുന്നൊരു പ്രധാനപ്പെട്ട വാദഗതിയുടെ ഭാഗമായി അടുത്ത കാലത്ത് ഉയർന്നു വന്ന മറ്റൊരു വാദഗതി ആശാൻ്റെ സീതാകാവ്യം, ചിന്താവിഷ്ടയായ സീത അത്തരത്തിൽ ഇതിഹാസ പുരാണങ്ങൾക്കകത്ത് കടന്ന് ഇതിഹാസ പുരാണങ്ങളോട് നേർക്കുനേർ യുദ്ധം ചെയ്ത ഒന്നായിരുന്നു ആശാൻ്റെ സീതാകാവ്യം എന്നാണ് ഈ പുരോഗമന പ്രവൃത്തികൾ, കേരളത്തിലെ പുരോഗമന പ്രവൃത്തികൾ വാദിച്ചുറപ്പിച്ചത്. എങ്ങനെയാണ് ചിന്താവിഷ്ടയായ സീത ഇത്രയും വലിയ വിപ്ലവകരമായ ടെസ്റ്റാകുന്നത്? അതിനെ സംബന്ധിച്ച് ഞാൻ പച്ചക്കുതിരയിൽ വളരെ വിപുലമായൊരു ലേഖനം എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു ഒരു ചർച്ചയിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. പാവയോ ഇവൾ
എന്ന് ആശാൻ്റെ സീത പറയുന്നതാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിപ്ലവം. പാവയോ ഇവൾ എന്ന് സീത ചോദിച്ചത് അങ്ങ് പാശ്ചാത്യ ലോകത്തിരുന്ന് ചില ആളുകൾ ചോദിച്ചതിന് സമാനമായ ചോദ്യമാണ് സീത ചോദിച്ചതെന്നാണ്. പക്ഷേ പാവയോ ഇവൾ എന്ന് പറഞ്ഞുകൊണ്ട് സീത അങ്ങ് ആകാശത്തേക്ക് പൊങ്ങിപ്പോവുക. അല്ലാതെ കേരളത്തിലെ ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ സീത അഭിസംബോധന ചെയ്യുന്നേയില്ല. ആ നിലയ്ക്ക് നോക്കിയാൽ ആശാൻ്റെ സീതയും വാൽമീകിയുടെ സീതയും കാളിദാസൻ്റെ സീതയും എല്ലാം തന്നെ ഇന്ത്യക്കൊരു രാഷ്ട്രീയ ഭാരമാണ്. സീത ആ നിലയ്ക്ക് നോക്കിയാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാരമാണ്. വിമോചനാത്മകമായ യാതൊരാശയങ്ങളും ആശാൻ്റെ സീതാകാവ്യത്തിലില്ല എന്ന് വേണം പറയാൻ. കാരണം സീത ആശാൻ്റെ സീത പാതിവൃത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഒരു മഹാനദി സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ താൻ മഹാസമുദ്രമാകുന്ന ശ്രീരാമൻ്റെ കാൽ ചുവട്ടടികളിൽ ചെന്ന് ചേരാൻ തയ്യാറാണ് എന്നാണ് ആശാൻ്റെ സീത പറയുന്നത്. ഋഷി കവാടങ്ങളെല്ലാം തന്നെ മഹത്തായ ശാന്തിയുടെ കവാടങ്ങളാണെന്ന് ആശാൻ്റെ സീതാകാവ്യം പാടുന്നു. പക്ഷേ പരശുരാമൻ ഈ ക്ഷത്രിയന്മാരെ 24 വട്ടം കൊന്നതും തൻ്റെ മാതാവിനെ കൊന്നു കൊലക്കളം തീർത്തതുമെല്ലാം ഈ ആശ്രമത്തിൽ തന്നെ. വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ ഘോര യുദ്ധം നടക്കുന്നത് ആശ്രമത്തിൽ വെച്ച, വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ വെച്ച. പക്ഷേ ആശാൻ സീതാകാവ്യം എഴുതുമ്പോൾ ആശ്രമങ്ങളെല്ലാം തന്നെ അങ്ങ് വളരെ മനോഹരവും ചിന്മയവും പരിപാവനവും അപരിമേയവുമായ സ്ഥലമാണെന്നാണ് പറയുക. മഹർഷിമാർ സൽക്കഥകൾ പാടുന്നവരും മഹർഷിമാരെല്ലാം തന്നെ ലോകത്തിൻ്റെ ഭൗതികമായ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടവരാണ് എന്ന് ആശാൻ്റെ സീതാകാവ്യം പാടുന്നു. പക്ഷേ ഈ മഹർഷിമാരൊന്നും തന്നെ ഇന്ത്യയിൽ ജനിച്ച ഒരു മഹർഷിമാരും, അത് വാൽമീകി ആയിക്കോട്ടെ വ്യാസനായിക്കോട്ടെ, ഇന്ത്യയിലുള്ള ഒരു മഹർഷിമാരും ജാതി വ്യവസ്ഥയ്ക്കെതിരായ ഒരു ചെറു വിരൽ അനക്കുന്നതിന് പോലും ഇന്ത്യയിലെ ഈ മഹർഷിമാർ തയ്യാറായില്ല. പക്ഷേ ആശാൻ എഴുതുമ്പോൾ പറയുന്നത് ഈ മഹർഷിമാരെല്ലാം വളരെ വിപ്ലവ മഹർഷിമാരായിരുന്നു എന്നാണ്. ഒരു വിപ്ലവം ഇല്ല എന്ന് മാത്രമല്ല, ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി നിലകൊണ്ടില്ല എന്നതുകൂടി നമ്മൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത്രയും ആമുഖമായി സൂചിപ്പിക്കാൻ കാരണം ആശാൻ്റെ സീതാകാവ്യം ഒരു കൃതിക്കുള്ളിൽ കടന്ന് പ്രധാനപ്പെട്ട പ്രബല പാഠമായ ഇതിഹാസ പുരാണ പാഠങ്ങൾക്ക് നേർക്കുള്ള ഒരു പ്രതിരോധ പാഠമാണെന്ന് പറഞ്ഞുകൊണ്ട് ആശാൻ്റെ സീതാകാവ്യത്തെ വിപ്ലവകരമായ ഗ്രന്ഥമായി അവതരിപ്പിക്കുകയും സഹോദരൻ അയ്യപ്പൻ പരാജയപ്പെട്ട ഒരാളാണെന്ന് പ്രബന്ധം ചമയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹോദരൻ അയ്യപ്പൻ പരാജയപ്പെട്ട ഒരാളാണ്. അതെന്തുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ പരാജയപ്പെട്ട ആളാകുന്നത്? അദ്ദേഹം കൃതിക്കുള്ളിൽ കടന്നില്ല. കാരണം കൃതിക്കെതിരെയുള്ള യുദ്ധത്തിലായിരുന്നു അയ്യപ്പൻ. അംബേദ്കറെ പോലെ. അംബേദ്കർ പറഞ്ഞല്ലോ, ഏതൊരു യുക്തിയത്തെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറഞ്ഞു വെച്ചത്. അയ്യപ്പനും അതുപോലെ പറഞ്ഞു, ബുക്കുകൾക്കും പൂർവികർക്കും നമസ്കരിക്കുകയല്ല വേണ്ടത്, സയൻസിനാണ് നമസ്കാരം. അത് ഏത് തരത്തിലുള്ള സയൻസാണ് എന്ന് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ പറഞ്ഞു വെക്കുന്നുണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ രാഷ്ട്രവ്യവഹാരമാണ് എന്ന് മീരാനന്ദ സൂചിപ്പിക്കുന്നുണ്ട്. സയൻസ് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ, മർദ്ദിത ജനവിഭാഗങ്ങളുടെ വിമോചനാത്മകമായ അന്വേഷണത്തിൻ്റെ പാതയാണ് എന്ന് ഡോക്ടർ മീരാനന്ദ സയൻസിനെ സംബന്ധിച്ച ചർച്ചയിൽ, താത്വികമായ ചർച്ചയിൽ പ്രൊഫറ്റ് ഫേസിംഗ് ബാക്ക്വേഡിൽ നിരീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷണവും യുക്തിയധിഷ്ഠിതവുമായ ചിന്തനമാണ് സയൻസ് എന്ന് സഹോദരൻ അയ്യപ്പൻ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ഇവരെ സംബന്ധിച്ച് ആരാണ്? പരാജയപ്പെട്ട ഒരാളാണ്. ആശാൻ ആരാണ്? വിജയിച്ച ആളാണ്. അങ്ങനെ ആശാനെയും സഹോദരൻ അയ്യപ്പനെയും പ്രതിദ്വന്ദികളാക്കി നിർത്തിക്കൊണ്ട് വിജയിച്ച സഹോദരനെ പരാജയപ്പെട്ട ആളായിട്ട് സ്ഥാനപ്പെടുത്തുക. നോക്കൂ, സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ വിജയിക്കുന്നത് കണ്ടുകൊണ്ട് മരണമടഞ്ഞ ആളാണ് സഹോദരൻ അയ്യപ്പൻ. അത് മിശ്രഭോജനമായിക്കോട്ടെ, മിശ്രവിവാഹമായിക്കോട്ടെ, അയിത്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിക്കോട്ടെ, തൊട്ടുകൂടായ്മയായിക്കോട്ടെ,
ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെ സംബന്ധിച്ച്, സമത്വ സംബന്ധിയായ, സാഹോദര്യ സംബന്ധിയായ വിഷയങ്ങളെ സംബന്ധിച്ച് നിരവധി പോരാട്ടങ്ങൾ നടത്തുകയും അത് വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരാളാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ. ആ പാത വളരെ ശക്തമായിട്ട് കേരളത്തിലുണ്ട്. പക്ഷേ ആ പാതയെ പരാജയപ്പെട്ട പാതയായിട്ട് സ്ഥാപിക്കുകയും ഇതിഹാസ പുരാണ പാഠങ്ങളിലേക്ക് കടന്ന് ആ അമ്മുമ്മ കഥകളിൽ നിന്നൊക്കെ തന്നെ മതനിരപേക്ഷതയും ജനാധിപത്യവും കണ്ടെടുക്കുകയാണ് പ്രധാനം. അങ്ങനെ കണ്ടെടുത്തവരാണ് മഹാന്മാരെന്ന് പറയുന്ന ഒരു പുതിയ വ്യാഖ്യാന ശാസ്ത്രം കേരളത്തിൽ ചില മാർക്സിസ്റ്റ് ബുദ്ധിജീവികളുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്രയും വിപുലമായി പറഞ്ഞെങ്കിൽ മാത്രമേ സരസ്വതി വിജയത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതിനു മുമ്പ് ഒരു വിഷയം കൂടി സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അത് യുക്തിപരതയുടെ സോഷ്യൽ ലൊക്കേഷനാണ്. എന്താണ് യുക്തിപരതയുടെ സോഷ്യൽ ലൊക്കേഷൻ? ആരാണ് കേരളത്തിൽ യുക്തിചിന്തയെ ഉയർത്തിപ്പിടിച്ചത്? കേരളം മുഴുവൻ അങ്ങ് യുക്തിചിന്ത ഏറ്റെടുക്കുമൊന്നും ആയിരുന്നില്ലല്ലോ. കേരളത്തിൽ ഈ യുക്തിചിന്തയുടെ അടിസ്ഥാനപരമായ പാത ഏറ്റെടുത്തത് ആരാണ്? ഈ റീസണിൻ്റെ, ഈ കാര്യകാരണ യുക്തിചിന്തയുടെ, ആ അടിസ്ഥാന യുക്തിചിന്തയുടെ ആ വ്യാഖ്യാനത്തെ, ചരിത്രബോധത്തെ ഏറ്റെടുത്തത് ആരാണ്? അത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിൽ യുക്തിചിന്തയുടെ പാത ഏറ്റെടുത്തത് കേരളത്തിലെ കീഴാള സമുദായങ്ങളാണ്. അതിൽ അഗ്രഗാമിയാണ് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ, പോത്തേരി കുഞ്ഞമ്പു, നാരായണ ഗുരുസ്വാമികൾ. ഇവരൊക്കെ തന്നെ കേരളത്തിൽ യുക്തിചിന്തയുടെ പതാകവാഹകരായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ സോഷ്യൽ ലൊക്കേഷൻ കേരളത്തെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ യുക്തിചിന്തയുടെ കേരളത്തിലെ പതാകവാഹകരാരായിരുന്നു? ആർക്കായിരുന്നു യുക്തിചിന്തയുടെ ആവശ്യമുണ്ടായിരുന്നത്? ഇതാണ് ചോദ്യം. കേരളത്തിൽ യുക്തിചിന്ത ആർക്കാണ് ആവശ്യമുണ്ടായിരുന്നത്? അതെല്ലാവർക്കും ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കേരളത്തിലെ സവർണർക്ക് അത്തരം ഒരു യുക്തിചിന്ത കൊണ്ടു നടക്കേണ്ട യാതൊരു ബാധ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ യുക്തിചിന്ത കൊണ്ടു നടക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ ആ യുക്തിചിന്ത കൊണ്ട് മാറ്റിമറിക്കേണ്ട ഒരു സാമൂഹിക ക്രമം കേരളത്തിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ യുക്തിചിന്തയെ ഉയർത്തിപ്പിടിക്കേണ്ടത് കേരളത്തിലെ അവർണ സമുദായങ്ങളുടെ വിമോചനാത്മകമായൊരു പാതയായിരുന്നു. അതുകൊണ്ടാണ് യുക്തിചിന്തയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹോദരൻ അയ്യപ്പനും പോത്തേരി കുഞ്ഞമ്പുവൊക്കെ രംഗത്ത് വന്നത്. അതാണ് ഈ യുക്തിചിന്തയെയാണ് യഥാർത്ഥത്തിൽ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവലിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് സരസ്വതി വിജയം എന്ന വാക്കിൽ സരസ്വതി കാണും. അത് ഇന്ത്യൻ സരസ്വതി അല്ല, അത് പാശ്ചാത്യ വിദ്യാഭ്യാസമാകുന്ന ആ നോളജ് സിസ്റ്റമാണ്. അല്ലാതെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ വായിക്കുമ്പോൾ, അതിൻ്റെ ശീർഷകം വായിക്കുമ്പോൾ ഈ വീണയും വായിച്ചുകൊണ്ടിരിക്കുന്ന സരസ്വതിയെ നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല. സരസ്വതി വിജയം എന്ന് പറയുന്ന നോവലിൻ്റെ ശീർഷകത്തിൽ അടങ്ങിയിരിക്കുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസമാണ്, ആധുനിക വിദ്യാഭ്യാസമാണ്, ആധുനികമായ ജ്ഞാനാവബോധമാണ്. ആ ജ്ഞാനാവബോധത്തെയാണ് യുക്തിചിന്തയുടെ അടിസ്ഥാനപരമായ മാധ്യമമായി പോത്തേരി കുഞ്ഞമ്പു ഏറ്റെടുക്കുന്നതും അവതരിപ്പിക്കുന്നതും. എന്തുകൊണ്ടാണ് ഇത് കഴിഞ്ഞു പോയ ഒരു കാലത്തെ കഥയല്ല എന്നും പുതിയ കാലത്ത് ഇത് വളരെ പ്രസക്തമാണ് എന്നും സരസ്വതി വിജയം നമ്മൾ വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു എന്തുകൊണ്ട് അങ്ങനെ ഒരു കൃതിയായി തീരുന്നു എന്നുള്ളതും ഈ ചർച്ചയിലൂടെ വിശദീകരിക്കാം. പോത്തേരി കുഞ്ഞമ്പു തന്നെ എഴുതിയ ഒരു വാചകം അവതരിപ്പിച്ചുകൊണ്ട് ഈ കൃതിയിലേക്ക് കടക്കാം. പോത്തേരി കുഞ്ഞമ്പു തീയർ ഒരു ചരിത്ര സമീപനം എന്ന ലേഖനത്തിൽ കുഞ്ഞമ്പു എഴുതുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതി മത്സരവും പകയും മഹിമ മുഴുവൻ ജനനകുലത്തെ ആശ്രയിച്ചാണെന്നും സ്വഗുണത്തെ ആശ്രയിച്ചല്ലെന്നുമുള്ള വിചാരവും നാടെങ്ങും പടർന്നു പിടിച്ച മൂഢതയും ഇത്ര വർദ്ധിച്ചു പോയത് തങ്ങളുടെ ഹിന്ദുമതത്തിൻ്റെ ശരിയായ അറിവ് 1000 പേരിൽ 999 ഇല്ലാതായതുകൊണ്ടും ഉണ്ടാവാൻ എളുപ്പമില്ലാത്ത സംസ്കൃത ഭാഷയിൽ ആ മതപ്രമാണങ്ങൾ പൂട്ടിക്കെട്ടിയിരിക്കുക കൊണ്ടും സാധാരണ ജനങ്ങൾക്ക് ആവകജ്ഞാനം ഉണ്ടാവാൻ പാടില്ലെന്ന് കൽപ്പിച്ചതുകൊണ്ടുമാണ്. അതുകൊണ്ട് കേരളമെങ്ങും, വിശേഷിച്ച് കൊച്ചിയിലും തിരുവിതാംകൂറിലും പ്രബലന്മാരും പ്രഭുക്കളും ഭൂദേവന്മാരുമായ നമ്പൂതിരി ബ്രാഹ്മണർക്ക് പരക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ സകലവിധമായ ശ്രമവും ചെയ്യുവാൻ അവിടങ്ങളിലെ മഹാരാജാക്കന്മാരോട് അപേക്ഷിക്കണം.
തീയർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന ധനസഹായം ചെയ്യുവാനുള്ള അപേക്ഷയും ആ രാജ്യങ്ങളിലെ മഹാരാജാക്കന്മാരോട് ചെയ്യേണ്ടതാണ്. എന്നാൽ ഇത് രണ്ടാമതായിട്ടും നമ്പൂതിരി ബ്രാഹ്മണരുടെ മനസ്സിനെ പരിഷ്കരിക്കുന്നത് ഒന്നാമതായിട്ടും വേണ്ടതാണ്. ആദ്യത്തെ വാചകം അവസാനത്തെ വാചകവും ഒന്ന് ശ്രദ്ധിക്കാൻ അപേക്ഷ. അവസാനത്തെ വാചകം നമ്പൂതിരി ബ്രാഹ്മണരുടെ മനസ്സിനെ പരിഷ്കരിക്കുന്നത് ഒന്നാമതായിട്ട് വേണ്ടതാണ്. ഇത് 2025 കേരളത്തിലിരുന്ന് പറയുമ്പോൾ കൂടുതൽ ചരിത്ര പ്രസക്തിയുണ്ട്, സമകാലിക പ്രസക്തിയുണ്ട്. കേരളത്തിലാണ് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രം. ആ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു കഴകക്കാരൻ, അദ്ദേഹം അപ്പോയിൻമെൻറ്റ് കിട്ടി, നിയമിതനായി. പക്ഷെ അദ്ദേഹത്തിന് ശ്രീകോവിലിൻ്റെ മുമ്പിലോട്ട് പോലും കഴകവൃത്തി ചെയ്യുവാൻ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ആരാണ് തടസ്സം? നമ്മളാരെങ്കിലും തടസ്സം നിന്നോ? കേരളത്തിലെ യുക്തിവാദികൾ ഈഴവർ കരകക്കാരാകുമെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ആരാണ് തടസ്സം? തടസ്സം മറ്റാരുമല്ല, 6 നമ്പൂതിരി ബ്രാഹ്മണരാണ്. കാരണം ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 6 തന്ത്രിമാരാണ്. എന്നുവെച്ചാൽ കൂടൽമാണിക്യത്തിലെ ഭഗവാന് 6 അച്ഛന്മാരാണ്. കാരണം തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവൻ്റെ പിതാവാണ് എന്നുള്ളതാണ് അമ്മുമ്മക്കഥ. ഈ അമ്മുമ്മക്കഥ അനുസരിച്ച് കൂടൽമാണിക്യത്തിലെ ഭഗവാൻ എത്ര അച്ഛന്മാരുണ്ട്? 6 അച്ഛന്മാർ. ഇവരെല്ലാവരും കൂടി ദേവസ്വം ബോർഡിന് കത്ത് കൊടുത്തു, ഒരു ഈഴവൻ കഴകക്കാരനായി കൂടാ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരനായി ജോലി ചെയ്യുവാൻ കഴിഞ്ഞില്ല. നോക്കൂ, കൂടൽമാണിക്യത്തിലെ കുളത്തിന് കരയിലുള്ള പുല്ല് പറിക്കാൻ ഒരു പിശാരടി സമുദായത്തിൽപ്പെട്ട ആൾ മാത്രമേ കൂടൽമാണിക്യത്തിലെ കുളത്തിന് കരയിലെ പുല്ല് പറിക്കാൻ പാടുള്ളൂ എന്ന നിയമവും 2025 കൊണ്ടു നടക്കുന്നവരാണ് ഈ തരണനെല്ലൂർ നമ്പൂതിരിപ്പാടന്മാർ. അപ്പോൾ പോത്തേരി കുഞ്ഞമ്പു 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പറഞ്ഞത് ഇപ്പോഴും പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്നാൽ ഇത് രണ്ടാമതായിട്ടും നമ്പൂതിരി ബ്രാഹ്മണരുടെ മനസ്സിനെ പരിഷ്കരിക്കുന്നത് ഒന്നാമതായിട്ടും വേണ്ടതാണ്. 2025 കേരളത്തിലെ നമ്പൂതിരിമാർ പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോഴും പരിഷ്കരിക്കപ്പെട്ടിട്ടില്ല. ശബരിമലയിൽ ഇപ്പോഴും ആര് തന്നെ പൂജാരി വേണം? ഒരു മലയാള ബ്രാഹ്മണൻ തന്നെ ശബരിമലയിൽ പൂജിച്ചാലേ എല്ലാവർക്കും തൃപ്തിയാകൂ. പാവപ്പെട്ട ഒരു വിഷ്ണുനാരായണൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിനെ സമീപിച്ചു, എൻ്റെ അപേക്ഷ കൂടി പരിഗണിക്കണം. പരിഗണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അപേക്ഷ തള്ളി. അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ കുഞ്ഞമ്പുവിനെ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വരിയും നമ്പൂതിരിമാർ പരിഷ്കരിക്കപ്പെടണം. അത് പറയുന്നതിന് പ്രസക്തിയുണ്ട്. ഈ പാവപ്പെട്ട ഈഴവൻ, ഈ വിഷ്ണുനാരായണൻ ഹൈക്കോടതിയിലേക്ക് തൻ്റെ അപേക്ഷയുമായി ചെന്നപ്പോൾ അവിടെയും എതിർകക്ഷിയായിട്ട് ആരാണുള്ളത്? അക്കീരമൺ കാളിദാസ ഭട്ടതിരിയുടെ നേതൃത്വത്തിലുള്ള അഖില കേരള തന്ത്രി സമാജം. ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ പരിഗണിക്കരുത്, പൂജാരിമാരായിട്ട് മലയാള ബ്രാഹ്മണരെ മാത്രമേ വെക്കാവൂ. അപ്പോൾ ഈ ബ്രാഹ്മണ്യം 2025 കേരള സമൂഹത്തെ പിടിച്ചു മുറുക്കുകയാണ്. ഞാൻ നിരവധി വേദികളിൽ പറയുന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കും, ഒരു മാറ്റവും കാണാത്തത് കൊണ്ടാണ്. ഇപ്പോഴും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മലയാള ഭക്തരെന്ന് പറയുന്നവർ, കേരളീയരായ ആളുകൾ ക്ഷേത്രത്തിൽ ചെന്ന് നമ്പൂതിരി എറിഞ്ഞു തരുന്ന പ്രസാദം ലജ്ജയില്ലാതെ വാങ്ങിക്കുന്നവരാണ് മലയാളികൾ. കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഇപ്പോഴും എങ്ങനെയാണ് പൂജാരിമാർ പ്രസാദം കൊടുക്കുന്നത്? വലിച്ചെറിഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഇടുക. എന്നിട്ട് ലജ്ജയില്ലാതെ മലയാളി ഈ പൂജാരിയെ വിളിക്കുന്ന പേരെന്താണ്? തിരുമേനി. എന്ത് മേനിയാണ്? തിരുമേനി. അത് ബാക്കിയുള്ളവരുടെ മേനിയൊന്നും തിരുവല്ലേ? അപ്പോൾ ചില പ്രത്യേക ആളുകളുടെ മേനി തിരുവായിരിക്കുകയും ബാക്കിയുള്ളവരുടെ മേനിയൊന്നും തിരുവല്ലാത്ത മേനിയായിട്ട് നിലനിൽക്കുന്ന അവസ്ഥാവിശേഷം കേരള സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോഴും ചില പുരോഹിതന്മാരെ വിളിക്കുന്നത് തിരുമേനി എന്ന. ഗ്രിഗോറിയോസ് മാർ കൂറിലോസ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ആദരിക്കുന്നു. അദ്ദേഹത്തെ വിളിക്കുന്നത് കൂറിലോസ് തിരുമേനി എന്ന. നമ്മുടെ ചില വിപ്ലവകാരികളും അദ്ദേഹത്തെ വിളിക്കുന്നത് കൂറിലോസ് തിരുമേനി എന്ന. ഈ വിളിയെങ്കിലും അവസാനിപ്പിക്കേണ്ട. 2025 കേരളം. ബ്രാഹ്മണ്യത്തിൻ്റെ ഈ നാറ്റമുള്ള പൂണൂലിൻ്റെ സാംസ്കാരിക പ്രത്യയ ബോധം ക്രിസ്ത്യാനികളും കൂടി ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ തിരുമേനി വിളി ആ സമുദായത്തിൽ ഇപ്പോൾ കാണാമെന്നുള്ളതാണ്. അപ്പോൾ പഴകി ഉപേക്ഷിക്കേണ്ട ഈ ബ്രാഹ്മണ്യത്തെ ഇപ്പോഴും നമ്മൾ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം തെളിയിക്കുന്നത്. അതുതന്നെയാണ് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ ഈ വാക്യങ്ങളുടെ പ്രസക്തിയും. അദ്ദേഹം പറയുന്നു, ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതി മത്സരവും പകയും
മഹിമ മുഴുവൻ ജനനകുലത്തെ ആശ്രയിച്ചാണെന്നും സ്വഗുണത്തെ ആശ്രയിച്ചല്ലെന്നുമുള്ള വിചാരവും നാടെങ്ങും പടർന്നു പിടിച്ച മൂഢതയും ഇതിപ്പോഴും പോയിട്ടില്ലല്ലോ. നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു MP പറഞ്ഞത് എന്താണ്? അടുത്ത ജന്മം എനിക്ക് ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ട് വേണം ശബരിമല അയ്യപ്പനെ ഒന്ന് പൂജിക്കാൻ. അപ്പോഴും പോത്തേരി കുഞ്ഞമ്പ് പറഞ്ഞ ഈ ജനന കുലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മഹിമയുമായിട്ട് ആളുകൾ നടക്കുന്ന ഒരു അവസ്ഥാവിശേഷം. സരസ്വതി വിജയം എന്ന് പറഞ്ഞ നോവലത്തിന് മറ്റൊരു ചരിത്ര പ്രാധാന്യമുള്ളത്, ഇത് കൊളോണിയൽ ബ്രിട്ടീഷ് ഭരണം നടക്കുന്ന സമയത്താണ് ഈ കൃതി രചിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആധുനികമായ ഒരു ലോകബോധ്യവും പ്രത്യേകിച്ച് ഒരു മനുഷ്യ സ്നേഹ സങ്കല്പവും ഒക്കെ തന്നെ നിലവിൽ വന്നതിന് ശേഷമാണ് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം രചിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ചില മാർക്സിസ്റ്റ് പുരോഗമനകാരികൾ പറയുന്ന പോലെ ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് മതേതരത്വം ഇങ്ങനെ ഊറി ഒഴുകുകയായിരുന്നില്ല. മതേതരത്വവും മനുഷ്യസ്നേഹമൊക്കെ ഊറി ഇറങ്ങിയത് എവിടെ നിന്നാണ്? അത് ആധുനിക ലോകാവബോധവും അതുപോലെ ആ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണവും നിലവിലിരുന്നത് കൊണ്ടാണ്. ആ ഭരണം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് ഈ ലോകബോധ്യം നാരായണ ഗുരുസ്വാമികൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ ആധുനികമായ ഒരു കൃതിയാണ്. അത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയുന്ന നാരായണ ഗുരുസ്വാമികളുടെ ആശയാവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ സരസ്വതി വിജയം. ആ സരസ്വതി ആധുനികമായ വിദ്യയാണ്. അതിവിടെ ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വ്യക്തമാകും. എന്താണ് ഈ നോവലിൻ്റെ കഥ? ആ കഥ ഒന്ന് ചുരുക്കി കേരളം മറന്ന സാമൂഹ്യ പരിഷ്കരണം എന്ന ലേഖനത്തിൽ കേരളത്തിലെ ആദരണീയനായ സാമൂഹ്യ ചിന്തകനും എഴുത്തുകാരനും ആയിട്ടുള്ള KK കൊച്ച് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ തന്നെ ഒന്ന് കടന്നു പോകാം. യാഥാസ്ഥിതികനും അതിസമ്പന്നനുമായ കനകശേഖര ഇല്ലത്ത് കുബേരൻ നമ്പൂതിരി മകളുടെ ഗ്രഹത്തിൽ നിന്നും പരിവാരങ്ങളോടൊത്ത് സ്വന്തം ഇല്ലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രുതിമധുരമായൊരു ഗാനാലാപനം കേൾക്കുന്നു. പാട്ടിൽ ആകൃഷ്ടനായ നമ്പൂതിരി ഗായനെക്കുറിച്ച് അന്വേഷിക്കാൻ കാര്യസ്ഥനായ രാമർകുട്ടി നമ്പ്യാരോട് ആവശ്യപ്പെടുന്നു. കാര്യസ്ഥൻ കണ്ടെത്തുന്നത് മരത്തൻ എന്ന പുലയനായ പാട്ടുകാരനെയാണ്. ജാതി നിയമങ്ങൾക്ക് വിരുദ്ധമായി പാട്ടുപാടിയ പുലയനെ നമ്പ്യാർ ചവിട്ടി ബോധം കെടുത്തുന്നു. ഇക്കാര്യം നമ്പൂതിരിയെ ധരിപ്പിച്ച നമ്പ്യാരെ മനുസ്മൃതിയും രാമായണത്തിലെ ശംഭൂകവധവും ഉദ്ധരിച്ച് അയാൾ പ്രശംസിക്കുകയും 2 മുണ്ടുകൾ പാരിതോഷികമായി നൽകുകയും ചെയ്യുന്നു. എന്നാൽ മരത്തനെ ചവിട്ടി ബോധം കെടുത്തി വീഴ്ത്തിയ സ്ഥാനത്ത് ഒരു അജ്ഞാത ജഡം കാണപ്പെട്ടതോടെ ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ അത് മരത്തൻ്റെ ജഡമാണെന്ന് പ്രചരിപ്പിച്ച് അംശമധികാരിക്ക് പരാതി നൽകുന്നു. കുബേരൻ നമ്പൂതിരിയുടെ ഇടപെടൽ കൊണ്ട് അയാളുടെ ബന്ധുവായ അധികാരി പരാതി തമസ്കരിച്ചതോടെ മുസ്ലിങ്ങൾ അഞ്ചരക്കണ്ടിയിലെ ജോസഫ് സാഹിബ് വഴി പരാതി സബ് ഇൻസ്പെക്ടർക്കും മജിസ്ട്രേറ്റിനും നൽകുന്നു. ഇതോടെ മരത്തനെ ചവിട്ടി ബോധം കെടുത്തിയ നമ്പ്യാർ 15 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടുകയും നമ്പൂതിരി തൻ്റെ വിശ്വസ്ത ഭൃത്യനായ കുപ്പൻ ഭട്ടരോടൊപ്പം ഒളിവിലാകുകയും ചെയ്യുന്നു. കുബേരൻ നമ്പൂതിരി ഒളിവിലായതോടെ അയാളുടെ മകൾ സുഭദ്ര കുംഭ എന്ന ബാല്യക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും നമ്പൂതിരിയോട് ശത്രുതയുള്ള ഭവശർമ്മൻ നമ്പൂതിരിയുടെ നടപടികളുടെ ഫലമായും സ്മാർത്ത വിചാരണയ്ക്ക് വിധേയമായി ഭ്രഷ്ടയായി. സുഭദ്രയെയും മക്കളെയും ബാസൽ മിഷൻകാർ കൂട്ടിക്കൊണ്ടുപോയി വിദ്യാഭ്യാസം നൽകി ഒരു വിദ്യാലയത്തിലെ ഉപാധ്യാപകയാക്കുന്നു. ശ്രദ്ധിക്കുക, ബാസൽ മിഷൻകാരാണ് കൂട്ടിക്കൊണ്ടുപോയത്. അല്ലാതെ കേരളത്തിലെ സനാതന ധർമ്മക്കാർ കേരളത്തിൽ ദളിതർക്കും ആദിവാസികൾക്കും ബഹുജനങ്ങൾക്കും വേണ്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ സനാതന ധർമ്മികൾ വനവാസി കല്യാൺ യോജന, ആദിവാസി കല്യാൺ യോജനയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. അവർ ഈ ചരിത്രം മനസ്സിലാക്കണം. അവരുടെ പഴയ പാരമ്പര്യത്തിലുള്ള സനാതന ധർമ്മവാദികൾ മഹാത്മാ അയ്യങ്കാളി സ്കൂൾ ആരംഭിച്ചപ്പോൾ ആ സ്കൂൾ കത്തിക്കാനാണ് ശ്രമിച്ചത്, കത്തിച്ച് ചാമ്പലാക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ബാസൽ മിഷൻകാർക്ക് എവിടെ നിന്നാണ് ഈ ബോധോദയം ഉണ്ടായത്? ഈ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് അത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ ഭാഗമായി വന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ്. സുഭദ്രയെയും മക്കളെയും ബാസൽ മിഷൻകാർ കൂട്ടിക്കൊണ്ടുപോയി അതിനുശേഷം ബ്രാഹ്മണേതരമായ സാഹചര്യങ്ങളിൽ 15 വർഷം ഒളിവിൽ കഴിയേണ്ട വന്ന നമ്പൂതിരി, കുബേര നമ്പൂതിരിയുടെ കാര്യമാണ് പറയുന്നത്. കാശിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് തലശ്ശേരിയിൽ യേശുദാസൻ എന്ന ജഡ്ജിയുടെ കോടതിയിൽ വിചാരണ നേരിടുന്നു. ആ ജഡ്ജി കൊല്ലപ്പെട്ടെന്ന് കരുതപ്പെടുന്ന മരത്തനല്ലാതെ മറ്റാരുമായിരുന്നില്ല. ബോധം കെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. ബോധം വീണ്ടും കിട്ടിയ അയാൾ കോഴിക്കോട്ടെത്തി ബാസൽ മിഷൻകാരുടെ സഹായത്തോടെ
പഠിച്ച് ജഡ്ജിയാവുക മാത്രമല്ല, സുഭദ്രയുടെ മകളായ സരസ്വതിയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. മിശ്രവിവാഹമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. ചുരുക്കത്തിൽ യേശുദാസൻ്റെ കോടതിയിലെത്തിയ കൊലക്കേസിൻ്റെ വിചാരണയിൽ നമ്പൂതിരി വിട്ടയക്കപ്പെടുകയും രാമർകുട്ടി നമ്പ്യാർ മോചിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ നമ്പൂതിരിയും പുലയനും രക്തബന്ധുക്കളാവുകയും സ്ത്രീകൾക്ക് പദവികളിൽ തുല്യത ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് KK കൊച്ച് ഇത് സംബന്ധിച്ച് നിരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് സരസ്വതി വിജയത്തിൻ്റെ ആ നോവലിൻ്റെ ഒരു സംക്ഷിപ്തത. ഇതിലേക്ക് വരുന്ന നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് ബംഗാളിൽ നിന്ന് ഉദയം ചെയ്ത നവോത്ഥാനത്തിൻ്റെ ഒരു പ്രക്രിയയും കേരളത്തിൽ നടന്നു വന്ന നവോത്ഥാനം എന്ന് പറയുന്ന സാമൂഹ്യ പ്രബുദ്ധതയുടെ ആശയവുമായിട്ടുള്ള വ്യതിരിക്തതയെ സംബന്ധിച്ചാണ്. ഉത്തരേന്ത്യയിൽ ഉദയം ചെയ്ത ബ്രഹ്മസമാജമാകട്ടെ, ആര്യസമാജമാകട്ടെ, പ്രാർത്ഥനാ സമാജമാകട്ടെ, ഇതെല്ലാം തന്നെ ആര്യബ്രാഹ്മണ കേന്ദ്രിതമായ ആശയാവലികൾ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായിരുന്നു. രാജാറാം മോഹൻ റോയ് ഉൾപ്പെടെ വേദങ്ങളിലേക്കും വേദാന്തങ്ങളിലേക്കും കടന്നുപോയി ഈ സനാതനധർമ്മ വ്യവഹാരങ്ങളെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തത്. രാജാറാം മോഹൻ റോയ് മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പൂണൂൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നില്ല. ദയാനന്ദ സരസ്വതി ആകട്ടെ തൻ്റെ സത്യാർത്ഥ പ്രകാശത്തിൽ ചാതുർവർണ്ണ്യത്തെ ഉത്തമമായൊരു ലോക മാതൃകയായിട്ട് അവതരിപ്പിക്കുകയും ആര്യൻ വംശീയതയുടെ മഹത്വം പാടുകയും ചെയ്തു. സത്യാർത്ഥ പ്രകാശത്തിൽ പ്രാർത്ഥനാ സമാജവും ഈ നിലയ്ക്ക് തന്നെയാണ്. അതിനെതിരായി സഞ്ചരിച്ചത് മഹാത്മാ ഭൂലെയുടെ നേതൃത്വത്തിലുള്ള സത്യശോധക് സമാജ് മാത്രമായിരുന്നു. ഇതിവിടെ പറയാൻ കാരണം കേരളത്തിൽ നടന്ന ഈ നവോത്ഥാന പ്രക്രിയയുടെ ഒരു അടിസ്ഥാനപരമായൊരു സ്വഭാവ സവിശേഷത അത് ബ്രാഹ്മണ്യത്തിൻ്റെ ഇതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങളിൽ മോക്ഷം ദർശിക്കുന്ന ഒന്നായിരുന്നില്ല കേരളത്തിലെ കീഴാള സമുദായങ്ങളിൽ നിന്ന് ഉയർക്കൊണ്ടുവന്ന നവോത്ഥാന പ്രക്രിയ എന്ന് പറയുന്നത്. അത് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ, നാരായണ ഗുരുസ്വാമികളുടെ നേതൃത്വത്തിൽ, മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ, പൊയ്കയിൽ അപ്പച്ചൻ്റെ നേതൃത്വത്തിൽ, പാമ്പാടി ജോൺ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന നവോത്ഥാന പ്രക്രിയ ഇതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങളുടെ ബ്രാഹ്മണ്യാഖ്യാനങ്ങളുടെ എതിർച്ചേരിയിലാണ് നിലകൊണ്ടത്. അത് ഇതിഹാസ പുരാണാഖ്യാനങ്ങൾ സൃഷ്ടിച്ച ലോകാവബോധത്തെ, ലോകബോധ്യത്തെ തകർത്തുകൊണ്ട് മാത്രമേ സമത്വവും സാഹോദര്യമുള്ളൊരു സമൂഹ സൃഷ്ടി സാധ്യമാവുകയുള്ളൂ എന്ന് നാരായണ ഗുരുസ്വാമികളും സഹോദരൻ അയ്യപ്പനും പൊയ്കയിൽ അപ്പച്ചനും ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ തിരിച്ചറിവിൻ്റെ പാതയിലാണ് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് സരസ്വതി വിജയത്തിൻ്റെ ഏറ്റവും വലുതായിട്ടുള്ള ചരിത്ര പ്രസക്തി എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഈ കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ടിപ്പുവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ മലബാറിൽ നടക്കുന്നു, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം നടക്കുന്നു. ഈ ഭരണകാലഘട്ടത്തിൻ്റെ സവിശേഷതകളൊക്കെ ആർജിച്ചിട്ടാണ് ഈ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം രചിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ബ്രിട്ടീഷ് മലബാറിലാണ് രചിക്കപ്പെടുന്നത്. ഇതിൽ കുബേരൻ നമ്പൂതിരിയെ പറ്റി പറയുന്ന ഒരു വരിയുണ്ട്. ഈ ഇളകാത്ത സ്വത്തിന് പുറമെ ബ്രാഹ്മണരുടെ കണ്ണിൽ മ്ലേച്ഛന്മാരായും ക്രിസ്ത്യന്മാർക്ക് സഹോദരന്മാരാണെന്നും സഹജീവികളാണെന്നും തോന്നുന്ന പുലയർ മുതലായ മനുഷ്യവർഗത്തെ ഈ വൈദിക ബ്രാഹ്മണൻ തൻ്റെ ഇളകുന്ന സ്വത്തിൽ എണ്ണീട്ടാണ്. അടിമത്ത ഇല്ലായ്മ ചെയ്ത ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആക്ട് ഇദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കണ്ടാൽ ആ ആക്ട് ഇദ്ദേഹത്തിന് എന്ന് വെച്ചാൽ ബ്രാഹ്മണർക്ക് സംബന്ധിക്കുകയില്ലെന്നാണ് ഈ മഹാൻ്റെ അഭിപ്രായമെന്ന് തോന്നും. കുബേരൻ നമ്പൂതിരിയെ പറ്റിയാണ് പറയുന്നത്. ഈ കുബേരൻ നമ്പൂതിരിമാർ ഇന്നും കേരളത്തിൽ ജീവിക്കുകയാണ്. കൂടൽമാണിക്യത്തിലും ഗുരുവായൂരിലും ശബരിമലയിലും ഈ കുബേരൻ നമ്പൂതിരിമാർ ജീവിക്കുകയാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സഹജീവികളാണ് എന്നുള്ളൊരു സങ്കല്പം ബ്രാഹ്മണ്യത്തിനില്ല എന്നുള്ളതാണ്. നമ്മൾ മുഴുവൻ വേദേതിഹാസ പുരാണ പാഠങ്ങൾ എടുത്ത് പരിശോധിച്ചു. സാഹോദര്യം എന്ന് പറയുന്ന ഒരു മൂല്യം നമുക്ക് മഹാഭാരതത്തിൽ എവിടെങ്കിലും കാണാൻ കഴിയുമോ? മഹാഭാരതത്തിലുണ്ടോ? രാമായണത്തിലുണ്ടോ? വേദങ്ങളിലുണ്ടോ? എവിടെങ്കിലും സാഹോദര്യം, സമത്വം എന്ന് പറയുന്നൊരു മൂല്യം നമുക്ക് ആ കൃതികളിലെങ്ങും കാണാനേ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ കുബേരൻ നമ്പൂതിരിയെ പറ്റി പറയുന്നത് ഈ ഇളകാത്ത സ്വത്തിന് പുറമെ ബ്രാഹ്മണരുടെ കണ്ണിൽ മ്ലേച്ഛന്മാരായും ക്രിസ്ത്യന്മാർക്ക് സഹോദരന്മാരാണെന്നും സഹജീവികളാണെന്നും തോന്നുന്ന പുലയർ മുതലായ മനുഷ്യവർഗത്തെ എന്നാണ് പറയുന്നത്. ഇവിടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും
ആരായിട്ടാണ് കരുതുന്നത്? മ്ലേച്ഛന്മാരായിട്ടാണ് അന്നത്തെ സമൂഹം കരുതിയിരുന്നത് എന്നാണ് സരസ്വതി വിജയ് അടയാളപ്പെടുത്തുന്നത്. അതിനൊരു തെളിവുണ്ട്. 30കളിൽ ക്ഷേത്രപ്രവേശന വിളംബര റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നുണ്ട്. 30കളിൽ ആ ക്ഷേത്രപ്രവേശന റിപ്പോർട്ട് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രപ്രവേശന റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ അതിലൊരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഭരണക്രമവും ക്രിസ്ത്യാനികളുടെ മതവും മുസ്ലിങ്ങളുടെ മുഹമ്മദ് മതം എന്നുള്ള പ്രയോഗമാണ് ഈ പുന്നശ്ശേരി ഈ ക്ഷേത്രപ്രവേശന റിപ്പോർട്ടിൽ നടത്തുന്നത്. ക്രിസ്ത്യാനികളുടെ ഇടപെടലും ക്രിസ്ത്യൻ മിഷനറിമാരുടെ ഇടപെടലും മുഹമ്മദ് മതത്തിൻ്റെ ഇടപെടലും സമൂഹത്തിൽ ഉലച്ചിലുകളുണ്ടാക്കി. സാമൂഹ്യ സമത്വം എന്ന് പറയുന്ന ആശയം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളൂര് ക്ഷേത്രപ്രവേശന റിപ്പോർട്ടിൽ എഴുതുന്നു. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും മുഹമ്മദ് മതത്തിൻ്റെ പ്രവർത്തനവും കേരളത്തിൽ എന്തുണ്ടാക്കി? സമത്വം എന്ന് പറയുന്ന ഒരു ആശയം കേരളത്തിൽ പടരുന്നതിന് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം ഇടയാക്കി. അത് ചാതുർവർണ്ണയ വ്യവസ്ഥയ്ക്കും സനാതന ധർമ്മസങ്കല്പങ്ങൾക്കും ഉടവു വരുത്തി എന്നാണ് ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അവസ്ഥാവിശേഷമുള്ളത് കൊണ്ടാണ് കേരളത്തിൽ വന്ന വിവേകാനന്ദ സ്വാമികൾക്ക് കേരളം ഭ്രാന്താലയമാണെന്ന് തോന്നിയത്. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണെന്നാണല്ലോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദന് കേരളം ഭ്രാന്താലയമാണെന്ന് തോന്നിയത്? അത് ബംഗാളിൽ ജാതി വ്യവസ്ഥ ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അദ്ദേഹം കടന്നു വന്ന ഉത്തരേന്ത്യയിലും കടന്നു വന്ന വഴിത്താരകളിലും ജാതി വ്യവസ്ഥ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കേരളം, ഇന്ത്യ. അദ്ദേഹം കടന്നു വന്ന വഴികളെല്ലാം ജാതി വ്യവസ്ഥയും അയിത്തവും തൊട്ടുകൂടായ്മയും കണ്ടുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ കേരളത്തിലേക്ക് എത്തിയത്. പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ കേരളം ഭ്രാന്താലയമാണെന്ന് തോന്നാൻ എന്താണ് കാരണം? മറ്റൊന്നുമായിരുന്നില്ല. കേരളത്തിലെ അടിത്തട്ട് ജനവിഭാഗങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായപ്പോൾ അവർക്ക് അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഒരു ജീവിതം സാധ്യമായി. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. പൊതുവെ വിവേകാനന്ദനെ പറ്റി പറയാറുണ്ടല്ലോ, വിവേകാനന്ദൻ ജാതിക്കെതിരായിരുന്നു, ചാതുർവർണ്ണയത്തിനെതിരായിരുന്നു, വിവേകാനന്ദൻ 916 പുരോഗമന വിപ്ലവകാരിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ വിവേകാനന്ദനാണ് പ്രബുദ്ധം മാസികയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത്, ഹിന്ദുമതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഏതൊരാളും താഴെത്തട്ടിലുള്ളവർ മാത്രമല്ല ഹിന്ദുമതത്തിനൊരു ശത്രു കൂടിയാണ് എന്ന് എഴുതിയത് ഈ വിവേകാനന്ദനാണ്. 92-ലും 2000-ലും 2002-ലും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വർഗീയ കലാപം അഴിച്ചുവിടാൻ വിവേകാനന്ദൻ്റെ ഈ വാചകമാണ് ബിൽ ബോർഡുകളിലും പ്ലക്കാർഡുകളിലും ഉപയോഗിച്ചത് എന്ന് ശംസുൽ ഇസ്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വിവേകാനന്ദനെ ഈ 916 വിപ്ലവകാരിയും പുരോഗമനകാരിയും ഒക്കെ ആക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് മതി, ഒന്ന് നല്ലോണം ഉരച്ചു നോക്കുമ്പം സഹോദരൻ അയ്യപ്പൻ ഒരിക്കൽ പറഞ്ഞല്ലോ, അമേരിക്കയിൽ പോയി വിവേകാനന്ദ സ്വാമികൾ വാർണിഷിട്ട് കാണിച്ചപ്പോൾ അതിനകത്ത് ജാതി വ്യത്യാസക്കാരെ കണ്ടിരുന്നുവെങ്കിൽ നമ്മളാരും ഹിന്ദുമതത്തെ സ്തുതിക്കുകയില്ലായിരുന്നു എന്ന് സഹോദരൻ അയ്യപ്പൻ ഈ വിവേകാനന്ദൻ്റെ വിപ്ലവ വായാടിത്തത്തെ പറ്റി സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ ദീർഘദർശനം ചെയ്യുന്നുണ്ട്. ആ സഹോദരൻ അയ്യപ്പൻ്റെ ദീർഘദർശനത്തെയും സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ച യുക്തിചിന്തയെയും സമ്പൂർണ്ണമായി കടപുഴക്കി എറിഞ്ഞുകൊണ്ട് രാമരാമ പാഹിമാം മുകുന്ദരാമ പാഹിമാം എന്ന പാട്ട് പോലെ വിവേകാനന്ദ പാഹിമാം പാട്ട് പാടി നടക്കുകയാണ് നമ്മുടെ പുരോഗമനകാരികൾ. ലജ്ജാവഹമെന്നേ പറയേണ്ടു. കാരണം നമുക്ക് ആശ്രയിക്കാവുന്ന വലിയൊരു പാഠമായി സഹോദരൻ അയ്യപ്പനോടുണ്ട്. നാരായണ ഗുരുസ്വാമികൾ ഒരിക്കലും ജയ് ശ്രീരാം വിളിച്ചിട്ടില്ല കേട്ടോ. സഹോദരൻ അയ്യപ്പൻ ഒരിക്കലും ജയ് ശ്രീരാം വിളിച്ചിട്ടില്ല. നാരായണ ഗുരുസ്വാമികൾ ശ്രീരാമനെ പറ്റി ഒറ്റ സ്തോത്രകാവ്യം പോലും എഴുതിയിട്ടില്ല. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. കാരണം അദ്ദേഹത്തെ നയിച്ചത് യുക്തിചിന്തയായിരുന്നു, സമത്വത്തിൻ്റെ യുക്തിചിന്തയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ രാമപാഠങ്ങളെ സമ്പൂർണമായി വലിച്ചെറിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ തന്നെ മ്ലേച്ഛന്മാരായി കാണുന്ന, അധകൃതരായി കാണുന്ന ഒരു സ്വഭാവ സവിശേഷത കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു. ആ നിലവിലുള്ള അവസ്ഥയെ പോത്തേരി കുഞ്ഞമ്പു വളരെ കൃത്യമായിട്ട് ഇതിൽ ആവിഷ്കരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മരത്തൻ എന്ന് പറയുന്ന പുലയൻ ഒരു പാട്ട് പാടുകയാണ്. എന്താണ് ആ പാട്ട്? എള്ളിലുള്ളെണ്ണ കണക്ക ദേഹങ്ങടെ ഉള്ളിലുള്ളീശ്വരൻ താനിരിപ്പു ഉള്ളവണ്ണം തന്നെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുനാഥ കുമ്പിടുന്നേൻ.
ഐഹികം തന്നിൽ സുഖിച്ചങ്ങിരിക്കുമ്പോൾ ദേഹത്തിനന്തരം വന്നുപോകും. വൈകുണ്ഠലോകത്തെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുനാഥ കുമ്പിടുന്നേ. മരത്തൻ ഇങ്ങനെ പാടുമ്പോൾ മനോഹരമായിട്ട് ഈണത്തിൽ പാട്ട് പാടുകയാണ് മരത്തൻ. ഈ പാട്ട് മരത്തൻ എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് കുബേരൻ നമ്പൂതിരിയുടെ സംശയം. മരത്തൻ എങ്ങനെ പഠിച്ചു? അങ്ങനെ മരത്തൻ പഠിക്കാൻ പാടുണ്ടോ? മരത്തൻ അങ്ങനെ പഠിക്കേണ്ടവനാണോ? തൻ്റെ ബാല്യക്കാരനെ നോക്കാൻ അയക്കുകയാണ്. ആരാണ് പാടിയെന്നറിയാൻ വേണ്ടി ചെന്നപ്പോൾ മരത്തൻ എന്ന് പറയുന്ന പുലയ സമുദായത്തിലെ ആള് നിന്ന് പാടുകയാണ്. പേര് നോക്കും, മരത്തൻ. പേരുകൊണ്ട് പോലും മനുഷ്യത്വമുള്ള മനുഷ്യ പദവിയിലേക്ക് ആ മനുഷ്യരെ പ്രവേശിക്കാൻ അനുവദിക്കാതെ ആത്മാവില്ലാത്ത അഴുക്കുചാലുകളായി മനുഷ്യരുടെ പേരുകൾ പോലും സ്ഥാനപ്പെടുത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പദവി വിശേഷം ഇന്ത്യൻ ബ്രാഹ്മണ്യം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അത്ര നികൃഷ്ടമായിട്ടുള്ളൊരു വ്യവസ്ഥയായിരുന്നു ജാതി ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മരത്തൻ എന്ന പേര് കൊടുത്തത് പുലയ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക്. നമ്പൂതിരി പറയുന്നുണ്ട്, നിനക്ക് കാര്യം അറിഞ്ഞുകൂടാ മകളെ, ചർമ്മൻ എഴുത്ത് പഠിക്കാൻ തന്നെ പാടില്ല. അവൻ എഴുത്ത് പഠിച്ച് പാട്ടുപാടാൻ തുടങ്ങിയാൽ നാട്ടിൽ മഴ പെയ്യുകയില്ല. ഇതായിരുന്നു വിശ്വാസം. ദളിതരും ആദിവാസികളും ഒക്കെ പഠിച്ചാൽ എന്ത് സംഭവിക്കും? നാട്ടിൽ മഴ പെയ്യുകയില്ല. എന്തായാലും നാട്ടിൽ അങ്ങനെ മഴ പെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിൽ ദളിതരുടെയും ആദിവാസികളുടെയും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയുടെ എണ്ണം 0.03%. നമ്മൾ കേരളം അങ്ങ് പുരോഗമനം കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിലെ അധ്യാപിക തസ്തിക എടുത്താൽ ദളിതരെ ആദിവാസികളെയും കാണാൻ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയാണ്. ഇത് അധ്യാപകന നിയമനത്തിൽ ഭീകരമായ രീതിയിലുള്ള സംവരണ അട്ടിമറി. അതിന് കേരളം 1ാം സ്ഥാനത്താണ് സംവരണ അട്ടിമറിയുടെ കാര്യത്തിൽ. അതിന് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് കൊടുക്കണം ചില മഹാന്മാർക്ക്. ആ രീതിയിൽ അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% തസ്തികകളിലും സവർണരാണെന്ന്. മാനവഭൂശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ 121 പേരൊഴിച്ചാൽ ബാക്കി മുഴുവൻ സവർണരാണെന്ന്. അപ്പോൾ ഒരു കാലത്ത് നാട്ടിൽ മഴ പെയ്യാത്തത് കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ദളിത ജനവിഭാഗങ്ങൾക്ക് വിദ്യാധികാരം നിഷേധിക്കുകയും അവരെ പുറന്തള്ളുകയും ചെയ്യുന്നൊരു വ്യവസ്ഥാക്രമം സൃഷ്ടിച്ചിരുന്നു. പുതിയ കാലത്ത് പുതിയ ചില വ്യവസ്ഥാക്രമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്നാണ് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിട്ടൊരു ദളിതൻ ഉണ്ടാവുക? സാഹിത്യ അക്കാദമി നിലയിൽ വന്നിട്ട് ഇത്രയും വർഷങ്ങളായി. എല്ലാവരും പുരോഗമനകാരികളാണ്. പക്ഷെ ഇതുവരെ ഒരു ദളിതർക്കും ആ കസേര ഇതുവരെ പ്രാപ്യമായിട്ടില്ല. നിങ്ങൾ സാഹിത്യ അക്കാദമി ചെല്ലുമ്പോൾ ഇതുപോലൊരു ഹാളിൽ കുറേ ഫോട്ടോകൾ കാണാം. ആ ഫോട്ടോയൊക്കെ നോക്കണം. മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊടിക്കുന്നിൽ സുരേഷ് ഒരു പ്രസ്താവന പറഞ്ഞല്ലോ, KPCC പ്രസിഡന്റിൻ്റെ അധ്യക്ഷ പദവിയിൽ ഒരു ദളിതരുടെ ഫോട്ടോ പോലും അധ്യക്ഷ കാര്യാലയത്തിൽ ഇല്ല എന്ന്. സാഹിത്യ അക്കാദമിയുടെ കാര്യത്തിൽ ഇത് തന്നെ. അവിടെ ചെന്ന് നമ്മൾ ഫോട്ടോയൊക്കെ നോക്കിയാൽ അതൊരു സവർണ മാളികയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം കേരളത്തിൽ സവർണര് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ നമ്മൾ ജനാധിപത്യ വിരുദ്ധരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് സാഹിത്യ അക്കാദമി കേരളത്തിൻ്റെ നഭോമണ്ഡലത്തിൽ വിരാജിക്കുകയാണ്. ഇനി എന്നാണ് നമ്മൾ ജനാധിപത്യ മനുഷ്യരാകുക? എന്ന് നമ്മൾ ജനാധിപത്യം നമ്മൾ പരിശീലിക്കും? ഇതൊക്കെയാണ് ഇതിന് ന്യായീകരണമായിട്ട് പറയുന്നു. നമ്പൂതിരി പറയുന്നതാണ്, കുപ്പൻ കാവ്യങ്ങൾ പുരാണങ്ങൾ ഇവയൊന്നും നോക്കിയിട്ടില്ലേ? തൻ്റെ ബാല്യക്കാരനോട് കുബേരൻ നമ്പൂതിരി പറയുകയാണ്. അതിനെങ്ങനെയാണ്? കഷ്ടി ചുവനയനം കഴിഞ്ഞു കൂടുമ്പോൾ തുണിച്ചരക്ക് എടുത്ത് നാടുതോറും പോകയല്ലേ പട്ടന്മാർക്ക് പണി? ഗൃഹത്തിലിരുന്ന് പഠിക്കുന്ന സമ്പ്രദായമുണ്ടോ? ശ്രീരാമൻ ചെയ്തത് ഞാൻ പറഞ്ഞു തരാം. എന്താണ് ശ്രീരാമൻ ചെയ്തത്? തപസ്യന്തം തദശൂദ്രം ശംഭൂകാക്യം രഘുത്തമ ഹത്വാ വിപ്രസ്യ കസ്യാപി മൃതം പുത്രം ജീവയൽ. തപസ്യന്തം തദശൂദ്രം ശംഭൂകാക്യം രഘുത്തമ ഹത്വാ വിപ്രസ്യ കസ്യാപി മൃതം പുത്രമജീവയൽ. എന്താണ്? തപസ്സിൻ്റെ അവസാനം ശൂദ്രനായ ശംഭൂകനെ രഘുത്തമൻ രാമൻ എന്ത് ചെയ്തു? ഹത്വ, കൊന്നു.
പക്ഷേ നിങ്ങളിപ്പോൾ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള ശ്രീരാമോദന്ത കാവ്യത്തിൽ ഈ 4 വരിയില്ല. ആ 4 വരി ഇപ്പോൾ ഡിലീറ്റഡ് ആണ്, ഇല്ല, പോയി. അത് പ്രശ്നമാണെന്ന് ചില ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഞാൻ ശ്രീരാമോദന്ത മഹാകാവ്യം പുതിയ ഇംപ്രിൻറ്റുകളെല്ലാം പരിശോധിച്ചു, പുതിയ പ്രസിദ്ധീകരണങ്ങളെല്ലാം പരിശോധിച്ചു. പക്ഷേ സരസ്വതി വിജയത്തിൽ പോത്തേരി കുഞ്ഞമ്പു ഉദ്ധരിക്കുന്ന ഈ വരികൾ എവിടെയില്ല, പുതിയ ശ്രീരാമോദന്ത മഹാകാവ്യത്തിൽ കാണാനേ ഇല്ല എന്നുള്ളതാണ്. എന്തിനാണ് ഈ 4 വരി ഡിലീറ്റ് ചെയ്തത്? കാരണം കാര്യം വളരെ വ്യക്തമാണ്. അത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് ചില ആളുകളെ അകറ്റി നിർത്താൻ ഇടയാകും എന്നുള്ളതാണ്. നാളെ ഒരിക്കൽ നമ്മൾ ഈ രാമരാമപാഹിമാം എന്നുള്ള കീർത്തനത്തിലെ ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമപാഹിമാം എന്ന് പാടുന്നുണ്ടല്ലോ. സന്ധ്യക്കിരുന്ന് ഈഴവരും ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരും എല്ലാം പാടുന്നത് എന്താണ്? ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമൻ എന്നെ രക്ഷിക്കണേ എന്നാണ്. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമൻ എങ്ങനെയാണ് ദളിതരെ ആദിവാസികളെ രക്ഷിക്കുക? ബ്രാഹ്മണരെ തന്നെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് നേരം കിട്ടത്തില്ല. കാരണം ഭൂമി മുഴുവൻ വെട്ടിപ്പിടിച്ച് കൊടുക്കണമെങ്കിൽ എന്തുമാത്രം പരിപാടിയാ. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിശ്വാമിത്രൻ്റെ യാഗരക്ഷ എന്ന പേരിൽ നടന്നത് മുഴുവൻ ഈ ഭൂമി വെട്ടിപ്പിടുത്തമാണ് എന്നുള്ളതാണ്. യാഗരക്ഷയ്ക്കായി വിശ്വാമിത്രൻ്റെ കൂടെ രാമൻ പോകുന്നു എന്നതിൻ്റെ അർത്ഥം ഈ ഭൂമിയെല്ലാം തന്നെ കീഴടക്കുന്ന ഒരു ആര്യബ്രാഹ്മണ കുടിയേറ്റത്തിൻ്റെ അധിനിവേശത്തിൻ്റെ ചരിത്രം ഈ രാമായണത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തിൽ വളരെ ശക്തമായി തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സന്ധ്യാനാമ കീർത്തനത്തിൽ ഈ വരികൾ കടന്നു വന്നത്. അപ്പം നമ്മളും കൂടി ഇരുന്ന് ഈ ബ്രാഹ്മണ്യത്തെ പുകഴ്ത്തുന്ന ഒരു സ്വഭാവ സവിശേഷത. സരസ്വതി വിജയത്തിലെ മറ്റൊരു വരി, അടിമത്തം നീക്കം ചെയ്ത് ആക്ട് പാസ്സായിട്ട് അധികം കൊല്ലങ്ങളായെങ്കിലും ഇപ്പോഴും ഈ മർത്യപ്പുഴുക്കൾ ഏതെങ്കിലും ഒരു ജന്മിയുടെ അടിമകളാകുന്നു. ആവക ജന്മികൾ അധികവും ബ്രാഹ്മണരും നായന്മാരുമാണ്. കാണത്തിന് വെച്ചു വാങ്ങിയ വഴിക്കും തിരുവാങ്ങിയ വഴിക്കും ദുർലഭം. മാപ്പിളമാരും ഈയിടെ അവരുടെ ജന്മികളായിട്ടുണ്ട്. ചർമ്മക്കൾ ഈ സ്ഥിതിയിലായത് അവരുടെ മുജ്ജന്മ ഫലം എന്നാകുന്നു ബ്രാഹ്മണർ മുതലായ ഹിന്ദുക്കൾ പറഞ്ഞും വിശ്വസിച്ചും വിശ്വസിപ്പിച്ചും പോരുന്നത്. അപ്പൊ ഇപ്പോഴും വിശ്വസിച്ചു പോയത് എന്താണ്? ചെറുമക്കൾ സാമൂഹ്യ അസമത്വവും സാമ്പത്തിക അസമത്വവും അനുഭവിക്കുന്നതിന് കാരണം എന്താണ്? മുജ്ജന്മ കർമ്മഫലം. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മവും ദുരിതം അനുഭവിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. സായണൻ്റെ പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഞാൻ മിക്കവാറും വേദികളിലൊക്കെ തന്നെ പറയാറുള്ളതാണ്. അതിൽ പറയും, ബ്രാഹ്മണ സ്വർണ്ണ ഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ. ബ്രാഹ്മണ സ്വർണ്ണ ഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ. ഈ ജന്മത്തിൽ നമുക്ക് പ്രമേഹം വരുന്നത് എന്തുകൊണ്ടാണ്? അത് സാധാരണ പ്രമേഹമല്ല, മൂത്രം ഒഴിക്കാനേ നേരമുള്ളൂ, ബാത്റൂമിൽ നിന്ന് കയറാൻ നേരമില്ലാതെ മൂത്രം ഒഴിവ്. അതിന് കാരണം എന്താണ്? ബ്രാഹ്മണ സ്വർണ്ണ ഹരണാത്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ എന്ത് സംഭവിക്കുന്നത്? ഇത്തരം പ്രമേഹം വരുന്നത്. അപ്പം ഇങ്ങനെ സരസ്വതി വിജയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അന്നത്തെ സമൂഹത്തിൽ നിന്ന് യാഥാസ്ഥിതിക മനോഭാവത്തിനെതിരായ അതിശക്തമായൊരു പോരാട്ടമായി പോത്തേരി കുഞ്ഞമ്മുവിൻ്റെ നോവൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൂടെ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. കുബേരൻ നമ്പൂതിരിയുടെ വാക്കുകളാണ്. ആരാണ് ആ കള്ള മാപ്പിളമാർ? ഈ മൊട്ടകൾ നാട്ടിൽ വന്നു, നാട്ടിൽ നിന്ന് ധർമ്മം മാഞ്ഞു. വരികൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ആരാണ് ആ കള്ള മാപ്പിളമാർ? ഈ മൊട്ടകൾ നാട്ടിൽ വന്നു, നാട്ടിൽ നിന്ന് ധർമ്മം മാഞ്ഞു. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ എഴുതിയ നോവലാണെങ്കിലും ഈ സാമൂഹ്യ മനോഭാവത്തിൽ നിന്ന് കേരളം ഇതുവരെ മുക്തി നേടിയിട്ടില്ല. ഈ മൊട്ടകളെല്ലാം കൂടെ നാട്ടിൽ വന്ന് കിടക്കുന്നതാണ് നാടിൻ്റെ സർവനാശത്തിന് കാരണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ അടുത്തിടയിൽ ഈ ജയ് ഭീം റാലിയുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത്, വാടാനപ്പള്ളിയാണെന്നാണ് എൻ്റെ ഓർമ്മ, അവിടെയൊക്കെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു, സാറേ ഈ പ്രദേശത്തുള്ള മുഴുവൻ വ്യാപാരികളും മുസ്ലിങ്ങളാണ്. ഞാൻ പറഞ്ഞു, താങ്കളത് പരിശോധിച്ചിട്ടുണ്ടോ? അല്ലത് പരിശോധിക്കണ്ട, അതാണ് ആ സ്ഥലത്തുള്ള വ്യാപാരികൾ ആരൊക്കെയാണ്, അത് മുസ്ലിങ്ങളാണെന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡാറ്റയുടെ ആവശ്യമില്ല, വസ്തുതാ പരിശോധനയുടെ ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മൾ വെറുതെ അങ്ങ് അടിച്ചു വിട്ടാൽ മാത്രം മതി.
അതാണ് ഇവിടെ കുബേരൻ നമ്പൂതിരിയുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ആരാണ് കള്ളമാപ്പിളമാർ? ഈ മൊട്ടകൾ നാട്ടിൽ വന്നു, നാട്ടിൽ നിന്ന് ധർമ്മം മാഞ്ഞു. ഏത് ധർമ്മം മാഞ്ഞതിനെ പറ്റിയാണ് പറയുന്നത്? സനാതന ധർമ്മം മാഞ്ഞതിനെ പറ്റിയാണ് പറയുന്നത്. സനാതന ധർമ്മം മാഞ്ഞതിനെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രാജാവ് ഈ മ്ലേച്ഛനാകൊണ്ടാണ് നമുക്കൊക്കെ വിഷമം. അവന് ബ്രാഹ്മണനെന്നും ചണ്ടാളനെന്നും വ്യത്യാസമില്ല. കുറ്റം ചെയ്തവൻ ഏത് ജാതിക്കാരനായാലും ശിക്ഷ ഒരുപോലെ തന്നെയാണ്. പണ്ടത്തെ കാലം എത്ര നല്ല കാലമായിരുന്നു! എന്താണ്? പണ്ടത്തെ കാലം എത്ര നല്ല കാലമായിരുന്നു! ഇന്നും തിരുവനന്തപുരത്ത് വളരെ ഭേദമാണ്. ഒരു ബ്രാഹ്മണൻ ഉൾപ്പെട്ട് വരുന്ന കാര്യത്തിൽ മനുസ്മൃതിയിലുള്ള ശിക്ഷാ നിയമം കോതു കേട്ടോളൂ. 2 വരികളാണ് ശ്രദ്ധിക്കേണ്ടത്. രാജാവ് ഈ മ്ലേച്ഛനാകൊണ്ടാണ് നമുക്കൊക്കെ വിഷമം. കാരണം ആരാണ് ഭരണത്തിലിരിക്കുന്നത്? ബ്രിട്ടീഷ് ഭരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രാഹ്മണരുടെ എല്ലാ ഇച്ഛകളും അങ്ങനെ അങ്ങോട്ട് നടക്കുന്നില്ല. കാരണം ദളിതർ ആദിവാസികളൊക്കെ വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് വന്നു. യേശുദാസൻ എന്ന് പറയുന്ന ആൾ ജഡ്ജിയായി. ഇങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യ മാറ്റം, ഒരു തീയര് ജഡ്ജിയായിട്ട് മാറുന്ന പ്രക്രിയ നടക്കുന്നുണ്ട് ബ്രിട്ടീഷ് മലബാറിൽ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? തിരുവിതാംകൂർ എന്ന് പറഞ്ഞ ഹിന്ദു രാജ്യത്ത് ഇതൊന്നും നടപ്പിലുണ്ടായിരുന്നില്ല. പക്ഷെ ബ്രിട്ടീഷ് മലബാറിൽ ഇതൊക്കെ നടന്നു. അവന് ബ്രാഹ്മണനെന്നും ചണ്ടാളനെന്നും വ്യത്യാസമില്ല. ആരുടെ മുമ്പിലാണ് വ്യത്യാസമില്ലാത്തത്? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ മുമ്പിലാണ് ഈ വ്യത്യാസമില്ലാത്തത്. അതാണ് ആരെ അലോസരപ്പെടുത്തുന്നത്? അതാണ് ബ്രാഹ്മണ്യത്തെ അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്, ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർണർ എന്തുകൊണ്ട് പൂർണ്ണമായും ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കൂടെ കൂടിയില്ല എന്നുള്ളതിൻ്റെ ഉത്തരം, ഇന്ത്യയിലെ സവർണർ നടത്തിയ സമരം എന്ന് പറയുന്നത് സമ്പൂർണാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നില്ല. അത് സവർണർക്ക് അവരുടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ. അതുകൊണ്ടാണ് സ്വരാജിനെ പറ്റി പറഞ്ഞപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, ഈ സ്വരാജിൽ ഞങ്ങളില്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിയൻ സ്വരാജിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. കുറ്റം ചെയ്തവൻ ഏത് ജാതിക്കാരനായാലും ശിക്ഷ ഒരുപോലെ തന്നെയാണ്. പണ്ടത്തെ കാലം എത്ര നല്ല കാലമായിരുന്നു! പണ്ടത്തെ കാലം എത്ര നല്ല കാലമായിരുന്നു! രാമായണമൊക്കെ വായിച്ചിട്ട് പറയുകയാണ്, പണ്ടത്തെ കാലം എത്ര നല്ല കാലമായിരുന്നു. രാമായണത്തിൽ ആദ്യത്തെ വരി എന്താണ്? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനവാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേ. ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ. നല്ല കാലമായിരുന്നു. ഇങ്ങനെ എൻ്റെ കണ്ണനെയും നിങ്ങൾ അപഹരിച്ചു. വിശാഖൻ ഡോക്ടറിൻ്റെ ഒരു പ്രഭാഷണത്തിൽ, അടുത്തിടെ വന്ന പ്രഭാഷണത്തിൽ, മുഖം മിനുക്കി യാഥാസ്ഥിതികത എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എത്ര നല്ല കാലമായിരുന്നു! സുഗതകുമാരിയും ONVയും എല്ലാം ചേർന്ന് സൃഷ്ടിച്ച മനോഹരമായ എത്ര നല്ല കാലം! മുഖം മിനുക്കി യാഥാസ്ഥിതികത. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഇതിഹാസ പുരാണ പാഠങ്ങൾ മതേതരമാണെന്നും ജനാധിപത്യമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മേനോൻ ഇളയുടെ പ്രഭൃതികൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മുഖം മിനുക്കി യാഥാസ്ഥിതികതയുമായിട്ട് രംഗപ്രവേശം ചെയ്യുക എന്നുള്ളതാണ്. മുഖം മിനുക്കി യാഥാസ്ഥിതിക, വിശാഖൻ ഡോക്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യാഥാസ്ഥിതികതയെ പുനരാനയിച്ച് സമൂഹത്തിൽ ജാതിമേൽക്കോയ്മ വ്യവസ്ഥയെ അടിയുറപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കിയാൽ ബ്രാഹ്മണർ വിഡ്ഢികളല്ല, സൂക്ഷ്മഗ്രാഹികളാണ്. ശൂദ്രരിലും മറ്റു അജ്ഞാനം വർദ്ധിപ്പിക്കത്തക്ക കഥകളും വാക്യങ്ങളും ബ്രാഹ്മണർ പലപ്പോഴും ഉപദേശിക്കുമെങ്കിലും ആ വക കഥകളും വാക്യങ്ങളും ചിലത് പൊള്ളയായിട്ടുള്ളതാണെന്ന് അവർക്ക് തന്നെ ധാരാളം അറിവുണ്ട്. എന്നാലും മറ്റുള്ളവരെ അജ്ഞാനത്തിൽ വളർത്തുന്നത് ഇവരുടെ യശസ്സിനും ആഹാര സമ്പാദനത്തിനും അത്യാവശ്യമാണെന്ന് ഈ സമർത്ഥന്മാർ നിശ്ചയിച്ചിരിക്കൊണ്ട് അതിലേക്ക് സദാ സശ്രദ്ധന്മാരായിരിക്കുന്നത് ഇവരിൽ ചിലരുടെ ധർമ്മമാണ്. ഇത് അമ്പലത്തിൽ രാമായണം വായിക്കുന്നവരുടെ കാര്യം മാത്രമല്ല, ഇത് പുരോഗമന വേദികളിൽ രാമായണ പ്രഭാഷണം നടത്തുന്നവർക്കും ഇത് ബാധകമാണ്. ഇത് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ലോകബോധത്തിനകത്ത് ആളുകളെ ചുറ്റിക്കറക്കാനും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യ, സമത്വ, സാഹോദര്യം എന്ന് പറയുന്ന ഉന്നതമായ നീതിബോധ്യങ്ങൾ അടിസ്ഥാനത്തിലുള്ള ലോകക്രമം സൃഷ്ടിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ സരസ്വതിയുടെ വിജയമാണ്. പക്ഷേ അത് വീണാപാണിനിയായ സരസ്വതിയുടെ വിജയമല്ല, ആധുനികമായ വിദ്യയുടെ വിജയമാണ്. അത് നാരായണ ഗുരുസ്വാമികൾ കേരള സമൂഹത്തെ ഉപദേശിച്ച വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറയുന്ന ആശയമാണ്.
അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ, ഇനി സംസ്കൃതമല്ല പഠിക്കേണ്ടത്, ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത് എന്ന് നാരായണ ഗുരുസ്വാമികൾ ഉപദേശിക്കുകയുണ്ടായി. ഇനി സംസ്കൃതമല്ല പഠിക്കേണ്ടത്, ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത്. ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ കടന്നു വരുന്ന പുതിയ ലോകാവബോധമുണ്ട്, ശാസ്ത്രമുണ്ട്, ചരിത്രമുണ്ട്, സാമ്പത്തിക ശാസ്ത്രമുണ്ട്, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു സാമൂഹ്യ നിർമ്മിതിയാണ് നാരായണ ഗുരുസ്വാമികൾ സ്വപ്നം കണ്ടത്. ആ സ്വപ്നം കണ്ട മാനവ സമൂഹത്തെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമെന്ന് നാരായണ ഗുരുസ്വാമികൾ കൽപ്പിച്ചു. അങ്ങനെ നാരായണ ഗുരുസ്വാമികൾ ഭാവന ചെയ്തെടുത്ത വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഉന്നതമായ ആശയാവിഷ്കാരമാണ് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ. CV കുഞ്ഞിരാമൻ കുഞ്ഞമ്പുവിൻ്റെ അധ്യാത്മരാമായണ നിരൂപണം കേരളത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ സരസ്വതി വിജയം ആ അർത്ഥത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച നോവലാണ്. പക്ഷേ അതിനെ കേരളീയ സമൂഹം, കേരളത്തിൻ്റെ സാഹിത്യ സമൂഹം ഏറെക്കാലങ്ങൾ മറച്ചു പിടിച്ചു, സമൂഹത്തിൽ പ്രത്യക്ഷീകരിക്കാൻ അനുവദിക്കാതെ ഉന്നതമായ സാഹിത്യ മൂല്യങ്ങളില്ലാത്ത കൃതിയാണെന്ന് പറഞ്ഞുകൊണ്ട് തമസ്കരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത കേരളത്തിൻ്റെ സാഹിത്യ അഭോമണ്ഡലത്തിനുണ്ടായിരുന്നു. അവിടെ നിന്നതൊക്കെ KK കൊച്ചിനെ പോലെയുള്ള ആളുകൾ ഒക്കെ തന്നെ വലിയ വിച്ഛേദം കൊണ്ടുവന്നു. പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം കേരള സമൂഹം ചർച്ച ചെയ്യുന്നൊരു നോവലാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഈ നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി ആ കാലഘട്ടത്തിൽ നിലനിന്ന ബ്രാഹ്മണ്യ യാഥാസ്ഥിതികതയ്ക്കെതിരായി അതിശക്തമായ പടപൊരുതി എന്നുള്ളതാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ സൂക്ഷ്മമായ മാനവിക വിരുദ്ധ മൂല്യങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കി കുഞ്ഞമ്പു പോരാടി. അദ്ദേഹം ജീവിതം കൊണ്ടും അങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ വിളിക്കപ്പെട്ട പുലയൻ കുഞ്ഞമ്പു എന്ന പേര്. പോത്തേരി കുഞ്ഞമ്പു അധ്യാത്മരാമായണ നിരൂപണം എഴുതി രാമപാഠങ്ങളെ നിരസിച്ചു. സരസ്വതി വിജയം എഴുതി ആധുനികമായ ജ്ഞാനമീമാംസയെ കേരള സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ആരാണ് കേരളത്തിൻ്റെ യുക്തിചിന്തയെ ഉയർത്തിപ്പിടിച്ചത്? യുക്തിചിന്തയുടെ സോഷ്യൽ ലൊക്കേഷൻ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ യുക്തിചിന്തയുടെ സോഷ്യൽ ലൊക്കേഷൻ അന്വേഷിക്കുമ്പോൾ ആ യുക്തിചിന്തയെ കേരളത്തിൽ മുന്നോട്ട് വെച്ചത്, ആ യുക്തിചിന്തയുടെ പതാകാവാഹകരായിരുന്നത് കേരളത്തിലെ അടിത്തട്ട് സമൂഹമായിരുന്നു. ആ അടിത്തട്ട് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിനിധിയായിരുന്നു പോത്തേരി കുഞ്ഞമ്പു എന്ന് പറയുന്ന മഹാനായ സാഹിത്യകാരൻ. അതുകൊണ്ട് ഇന്ദുലേഖയോടൊപ്പം വായിക്കേണ്ട ഒരു കൃതിയാണെന്നുള്ള അഭിപ്രായത്തിൽ അല്ല പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയത്തെ കാണേണ്ടത്. പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം സവിശേഷമായ പഠനമർഹിക്കുന്ന, സവിശേഷമായ സ്ഥാനപ്പെടുത്തേണ്ട ഒരു കൃതിയാണ്. ആ കൃതി നമ്മുടെ സമൂഹത്തിൽ സമത്വവും സ്വാതന്ത്ര്യവും കൊണ്ടുവരാൻ ശ്രമിക്കുകയും നമ്മുടെ സമൂഹത്തെ അടപടലം വിഴുങ്ങുന്ന ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥകൾക്ക് എതിരായി, ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരായി നിലപാടെടുത്തുകൊണ്ട് സാഹിത്യാനുഭൂതിപരമായ ഒരു പ്രത്യയശാസ്ത്ര നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സരസ്വതി വിജയത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതുകൊണ്ട് സരസ്വതി എന്ന് പറയുന്നത് ഇവിടെ പാശ്ചാത്യ വിദ്യാഭ്യാസമാണ്, ആധുനികമായ ജ്ഞാനാവബോധമാണ്. അത് നമ്മൾ നിരന്തരം ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം ആക്ഷേപിക്കുന്ന ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ജ്ഞാനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാജാറാം മോഹൻ റോയെ പോലെയുള്ളവർക്ക് ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കുകയും വേദാന്തവും ഈ ചില ആധുനികമായ മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വേദാന്തത്തെ മതേതരമായി കെട്ടഴിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ചില ആധുനിക മാർക്സിസ്റ്റുകാർ, ആധുനിക പുരോഗമന ബുദ്ധിജീവികൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് രാജാറാം മോഹൻ റോയിയും അതുപോലെ തന്നെ വിവേകാനന്ദനും ഒക്കെ ശ്രമിച്ച, ദയാനന്ദനും ഒക്കെ ശ്രമിച്ച രീതിയിൽ ചില കൺകെട്ട് വിദ്യ കാണിച്ച് ആളുകളെ ഭരണഘടനാ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ലോകാവബോധത്തിന് പകരമായി പഴഞ്ചനും നമ്മൾ ഉപേക്ഷിക്കേണ്ടതുമായ ലോകബോധത്തിലേക്ക്, തികച്ചും പിന്തിരിപ്പനായ ലോകബോധത്തിലേക്ക് നമ്മളെ തിരികെ നടത്തിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഒരു നടത്തിപ്പായിട്ട്, ബ്രാഹ്മണ്യത്തെ ഇപ്പോൾ നടത്തുന്നത് സ്റ്റേറ്റ് തന്നെ നേരിട്ട് നടത്തുകയാണ്. കുംഭമേള നടത്തുന്നത് സ്റ്റേറ്റ് നേരിട്ട് നടത്തുകയാണ്. അന്ധവിശ്വാസം സ്റ്റേറ്റ് നേരിട്ട് തന്നെ ഇടപെട്ട്, ഭരണകൂടം തന്നെ നേരിട്ട് ഈ അന്ധവിശ്വാസങ്ങളെ, ഈ സരസ്വതിയെ വിജയിപ്പിക്കുന്ന കാലഘട്ടത്തിൽ, ഏത് സരസ്വതിയാണെന്ന് ഞാൻ പറയുന്നില്ല, കോട്ടാൻകോട്ട്
ജ്ഞാനോദയ പ്രബുദ്ധതാ വിരുദ്ധമായ ആധുനികത എന്ന് പറയുന്ന സംഗതിയെ വിജയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രത്യയശാസ്ത്ര ഉപകരണമായി ഈ അന്ധവിശ്വാസങ്ങളെയും ചിന്താധാരങ്ങളെയും ഭരണകൂടം തന്നെ ഏറ്റെടുക്കുന്ന നടത്തിക്കൊണ്ടു പോകുന്ന കാലഘട്ടത്തിൽ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ആധുനികമായ വിദ്യയെയും ആധുനികമായ ലോകബോധ്യത്തെയുമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഉപേക്ഷിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. അത് ഇപ്പോൾ നമ്മൾ കുറേ കൂടെ ആഴത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അത് വിശാൻ ഡോക്ടറെ കടമെടുത്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മുമ്പ് പുരോഗമന വിരുദ്ധത വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുരോഗമന വിരുദ്ധത നല്ല പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് നമ്മുടെ മുമ്പിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അതാണ് മുഖം മിനുക്കിയ യാഥാസ്ഥിതികത. ആ മുഖം മിനുക്കിയ യാഥാസ്ഥിതികതയെ തിരിച്ചറിയുവാൻ, അതിനെ ഉപേക്ഷിക്കുവാൻ, നമ്മളെ തന്നെ ആത്മപരിഷ്കരണത്തിലേക്ക് നയിക്കുവാൻ സരസ്വതി വിജയത്തിൻ്റെ പാരായണം നമ്മളെ പ്രചോദനക്ഷമമാക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഫാനോസിൻ്റെ പ്രവർത്തകരോട്, സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.